രാഷ്ട്രീയത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വിവിധ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നിലവിലുണ്ട്. ഓരോ പ്രദേശത്തുള്ള ജനവിഭാഗങ്ങളുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ചാവും ഓരോ പാർട്ടിയുടെയും സ്വാധീനം. താൻ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ വിശ്വസിക്കുന്ന പാർട്ടിയാണ് ശരിയെന്നും മറ്റുള്ളവ കുറവുകളുള്ളവയാണെന്നും വ്യക്തമായ രാഷ്ട്രീയമുള്ളവർ വാദിക്കും. സ്വന്തം പാർട്ടിയിലെ കുറവുകൾ കാണാൻ ശ്രമിക്കുന്നവരുമുണ്ട്. എനിക്ക് രാഷ്ട്രീയമേ ഇല്ല എന്ന് പറയുന്ന ഒരു ഭാഗവുമുണ്ട്. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഓരോ പൗരനും രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഒരു മൊട്ടുസൂചി വാങ്ങുന്നതിൽ പോലും നമ്മൾ കൊടുക്കുന്ന നികുതിയും രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട് എന്ന് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. നമ്മൾ നൽകുന്ന നികുതി ഏത് അളവിൽ ആകണമെന്നും അവ ഏത് തരത്തിൽ വിനിയോഗിക്കപ്പെടണമെന്നും തീരുമാനിക്കുന്നത് നമുക്ക് മുകളിലുള്ള രാഷ്ട്രീയമാണ്. നമ്മളെ ഭരിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടവർ നമുക്ക് മുകളിൽ അമിതഭാരം അടിച്ചേൽപ്പിക്കുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ചെറിയ അമർഷം പോലും രാഷ്ട്രീയമാണ്. അതുകൊണ്ട് എനിക്ക് രാഷ്ട്രീയമില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. സമൂഹത്തോട് ഉത്തരവാദിത്തമുള്ള ഒരാൾക്ക് പോലും രാഷ്ട്രീയത്തിൽ ഇടപെടാതിരിക്കാൻ സാധിക്കില്ല. അതിന് നമ്മൾ കൊടി പിടിക്കണം എന്നൊന്നുമില്ല. ഇനി നമുക്ക് എന്താണ് രാഷ്ട്രീയമെന്ന് നോക്കാം. രാഷ്ട്രീയത്തിന് ഒരുപാട് വിവരണങ്ങളുണ്ടെങ്കിലും അവയുടെ എല്ലാം ചുരുക്കം എന്ന് പറയുന്നത് അധികാരത്തിന് വേണ്ടിയുള്ള പോരാട്ടം എന്ന് തന്നെയാണ്. കാരണം ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും രൂപം കൊള്ളുമ്പോൾ അവർ ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കുന്ന വാഗ്ദാനം ജനങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്യുമെന്നതാണ്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അത് സാധിക്കണമെങ്കിൽ അവരുടെ നിയന്ത്രണത്തിൽ ഭരണം വരണം, അല്ലെങ്കിൽ ഭരണത്തിൻ്റെ ഭാഗമാകാനെങ്കിലും സാധിക്കണം. അതുകൊണ്ട് നിസ്സംശയം പറയാം, രാഷ്ട്രീയമെന്നത് അധികാരത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണെന്ന്. ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനവും മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളുണ്ട്. ആ ആശയങ്ങളിൽ ആകൃഷ്ടരാകുന്നവർ ആ പ്രസ്ഥാനവുമായി ചേർന്ന് നിൽക്കുന്നു. ഇങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടികളിൽ അംഗങ്ങൾ കൂടുന്നത്. ആശയങ്ങളെല്ലാം സമൂഹത്തിന് നന്മ മാത്രമാണോ ചെയ്യുന്നത് എന്നതൊരു ചോദ്യമാണ്. ജനങ്ങളുടെ ദൗർബല്യങ്ങൾ ചൂഷണം ചെയ്ത് വളരുന്ന പ്രസ്ഥാനങ്ങളും അവയുടെ ആശയങ്ങളും തിരിച്ചറിയേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ജാതി, മതം, വർണ്ണം തുടങ്ങിയ വികാരങ്ങൾ ആളിക്കത്തിച്ച് തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന ചിലർ നമ്മുടെ സമൂഹത്തിലുണ്ടാവും. അടിസ്ഥാനപരമായ സൗകര്യങ്ങളും പ്രധാന മേഖലകളിൽ ആവശ്യമായ വികസനവും വളർച്ചയും വാഗ്ദാനം ചെയ്യാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് സാധിക്കണം. ആര് ഭരിച്ചാൽ നമുക്കെന്താ എന്ന ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മാറ്റണം. ആര് ഭരിക്കുന്നു, എങ്ങനെ ഭരിക്കുന്നു എന്നതിലൊക്കെ കാര്യമുണ്ട്. ആര് ഭരിച്ചാലും നമ്മൾ ജോലി ചെയ്താൽ നമുക്ക് ജീവിക്കാം എന്ന് ചിലർ പറയാറുണ്ട്. അത് ശരിയാണ്. എന്നാൽ ജോലി ചെയ്യുന്ന കാര്യത്തിൽ വെല്ലുവിളികൾ ഉണ്ടായാലോ? ജോലി ചെയ്തു കിട്ടുന്ന ശമ്പളം വെച്ച് ജീവിക്കാൻ കഴിയാത്ത രീതിയിൽ നാട്ടിലെ സാധനങ്ങളുടെ വില വർദ്ധിച്ചാലോ? ജോലി ചെയ്താലും നമുക്ക് ജീവിക്കാൻ കഴിയാത്ത രീതിയിൽ സാഹചര്യങ്ങൾ മാറ്റിയെടുക്കാൻ നമ്മളെ ഭരിക്കുന്നവർക്ക് സാധിക്കും. 5 വർഷത്തിലൊരിക്കൽ ഇത്തിരി ക്ഷമയോടെ വരിയിൽ നിന്ന് ഒരു വിരൽ വെച്ച് സ്വന്തം നാടിന് വേണ്ടി ഒരു വോട്ട് ചെയ്യാൻ പോലും പോകാതെ ഇരിക്കുന്നവരുണ്ട്. അതൊക്കെ എന്തോ വലിയ ഹീറോയിസമാണെന്ന് കരുതുന്ന സ്വാർത്ഥ മനോഭാവമുള്ളവരായി മാറരുത്. രാഷ്ട്രത്തെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചും വ്യക്തമായ ധാരണയില്ലാതെ അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല എന്ന് കരുതി ജീവിച്ചാൽ ഭാവിയിൽ വലിയ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. ഏതാണ് നല്ല രാഷ്ട്രീയ പ്രസ്ഥാനമെന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായ ഒരു ഉത്തരം തരിക ബുദ്ധിമുട്ടാണ്. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നിരവധി തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും രാജ്യത്തെ ഒട്ടുമിക്ക പ്രസ്ഥാനങ്ങളിലും ഉണ്ട്. അവ ഓരോന്നിൻ്റെയും ചരിത്രം പരിശോധിച്ചാൽ പലപ്പോഴും തങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ ദുഃഖം പ്രകടിപ്പിക്കുകയും തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ആക്രമണങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയോ ന്യായീകരിക്കുന്നതോ ആയി കാണാൻ സാധിക്കും. കേരളത്തിൽ ഉൾപ്പെടെ ക്രിമിനൽ കുറ്റത്തിന് ജയിൽ ശിക്ഷ അനുഭവിച്ചവർ ജയിൽ മോചിതരാവുമ്പോൾ മാലയിട്ട് സ്വീകരിക്കുന്ന കാഴ്ചകൾ പലപ്പോഴായി നാട് വളരെ ആശങ്കയോടെ കണ്ടതാണ്. അതുപോലെ വർഗീയതയെ ചെറുക്കുന്ന കാര്യത്തിലും ഈ പ്രസ്ഥാനങ്ങൾ സാഹചര്യത്തിനനുസരിച്ച് നിലപാടുകളിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തുന്നതായും കാണാം. അധികാരത്തിന് വേണ്ടിയുള്ള വടംവലിയിൽ ചിലപ്പോൾ ചെറിയ കണ്ണടയ്ക്കൽ എല്ലാ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളതായി കാണാം. ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള രാജ്യം നിലവിൽ ഇന്ത്യയാണ്. എന്നാൽ വികസനത്തിൻ്റെ കാര്യത്തിൽ തൊട്ടടുത്തുള്ള ചൈനയുമായി താരതമ്യം ചെയ്താൽ വളരെ പുറകിലുമാണ്.
അതുപോലെ അളവിലും ജനസംഖ്യയിലും ഇന്ത്യയേക്കാൾ ചെറുതായ രാജ്യങ്ങളിൽ പോലും ഇവിടത്തേക്കാൾ വികസനങ്ങളുള്ളതായും കാണാം. എന്നിട്ട് നമ്മുടെ രാജ്യത്ത് മാത്രം എന്താ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കണം. നമ്മുടെ രാജ്യത്ത് സമ്പന്നർ വീണ്ടും വീണ്ടും വളരുന്നു, പാവപ്പെട്ടവർ വീണ്ടും വീണ്ടും താഴേക്കും പോകുന്നു. മറ്റു രാജ്യങ്ങളിൽ ദിനംപ്രതി സംഭവിക്കുന്ന വളർച്ച കണ്ടും മനസ്സിലാക്കിയുമെങ്കിലും അതുപോലെ ആവാൻ വേണ്ട നീക്കങ്ങൾ എന്തുകൊണ്ട് ഇവിടെ നടക്കുന്നില്ല? അതിനു പ്രധാന കാരണം ജാതിയും മതവും പോലുള്ള കാര്യങ്ങൾക്ക് കൊടുക്കുന്ന അമിത പ്രാധാന്യമാണ്. അന്ധവിശ്വാസങ്ങൾ മൂലം സംഭവിക്കുന്ന അക്രമങ്ങളും മരണങ്ങളും നമ്മുടെ രാജ്യത്തെ താഴ്ത്തിക്കെട്ടുകയാണ്. അതുപോലുള്ള കാര്യങ്ങൾക്ക് നിയന്ത്രണം കൊണ്ടുവന്ന് ശാസ്ത്രബോധമുള്ള ഒരു ജനതയെ വാർത്തെടുത്താൽ മാത്രമേ നമ്മുടെ രാജ്യം വളരുകയുള്ളൂ. അതിന് ചിന്തിക്കുന്ന ജനവിഭാഗം ഒറ്റക്കെട്ടായി രാഷ്ട്രീയത്തിൽ ഇടപെടണം. ഇപ്പോഴെങ്കിലും ഇടപെട്ടില്ലെങ്കിൽ നാളെ ഒരു കാലത്ത് സ്വന്തം അഭിപ്രായം പറയാനുള്ള അവകാശം പോലും നമുക്ക് ലഭിച്ചെന്നു വരില്ല.